നമസ്കാരം. മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ നാലമ്പല തീർത്ഥാടനത്തിന് കർക്കിടക മാസത്തിലെ ഒരു ദിവസം പുറപ്പെട്ടു. രാവിലെ 4 മണിയോടെ പുറപ്പെട്ട യാത്ര ആദ്യം എത്തിച്ചേർന്നത് തിരുമുഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിലാണ്. ദർശനക്രമം അനുസരിച്ച് തൃപ്രയാറിൽ ശ്രീരാമസ്വാമിയെയും കൂടൽമാണിക്യത്ത് ഭരതസ്വാമിയെയും അതിനുശേഷമാണ് ശ്രീ ലക്ഷ്മണസ്വാമിയെ സന്ദർശിക്കേണ്ടത്. എന്നാൽ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നും എത്തുന്നതിനാൽ യാത്രയുടെ സൗകര്യാർത്ഥം ആദ്യം എത്തിച്ചേരുന്നത് തിരുമുഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിലാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ആദ്യം സന്ദർശിക്കുന്നത്. ദശരഥപുത്രന്മാരുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ ഒരു ദിവസം തന്നെ സന്ദർശിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതുകൊണ്ട് തിരക്കിന് അല്പം കുറവുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയരികിലെല്ലാം വിവിധ ഇനം ചെറുകച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര ദർശനത്തിനുള്ള ക്യൂവിൽ ഞങ്ങളും സ്ഥാനം പിടിച്ചു. ക്ഷേത്രത്തിന് മുൻഭാഗത്തു തന്നെ വഴിപാട് സാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടർ ക്ഷേത്രം ഭാരവാഹികളുടെ മേൽനോട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ തിരുമുഴക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്ര കവാടം വഴി ഞങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചു. പ്രവേശന കവാടം കഴിഞ്ഞെത്തുമ്പോഴേക്കും ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുന്ന രീതിയിൽ വഴിപാട് സാധനങ്ങളും മറ്റും ലഭ്യമാകുന്ന കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിനപ്പുറം ആനക്കൊട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. ആനക്കൊട്ടിലും കഴിഞ്ഞ് കൊടിമരവും അതിനപ്പുറം ബലിക്കല്ലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലിക്കൽപ്പുര പ്രത്യേകമായി നിർമ്മിച്ചിട്ടില്ല. ബലിക്കല്ലും കടന്നു വേണം ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് മുമ്പിലായി നമസ്കാര മണ്ഡപം പണി കഴിപ്പിച്ചിട്ടുണ്ട്. 2 നിലയുള്ള ചെമ്പുമേഞ്ഞ വൃത്ത ആകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഒരേ ശ്രീകോവിലിൽ തന്നെ 2 ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയെയും മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഓരോ നേരവും നിവേദ്യം വെക്കാൻ പ്രത്യേകം തിടപ്പള്ളികളുണ്ട്. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമായി നാലമ്പലത്തിനകത്ത് മണിക്കിണർ അഥവാ ശംഖതീർത്ഥം ഉണ്ട്. മതിലകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ദർശന സമയം രാവിലെ 4 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ്. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമുഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം. ലക്ഷ്മണപ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖുചക്രഗദ പത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ്. ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമാണിത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രവും പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീത, ഹനുമാൻ, ശാസ്താവ്, ദുർഗാദേവി, ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. മേടമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ട് നടക്കത്തക്ക വിധത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ രാമായണ മാസാചരണം, ശ്രീരാമനവമി, മണ്ഡലകാലം തുടങ്ങിയവയും അതിവിശേഷമാണ്. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ദ്വാപരയുഗാന്ത്യത്തോടെ കടലിൽ ഒഴുകി നടക്കുകയും
ഈ വിഗ്രഹങ്ങൾ മുക്കുവർക്ക് ലഭിക്കുകയും മുക്കുവർ ഇത് അന്നത്തെ കരപ്രമാണിയെ ഏൽപ്പിക്കുകയും ശ്രീരാമൻ്റെ വിഗ്രഹം തൃപ്രയാറിലും, ഭരതൻ്റെ വിഗ്രഹം കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹം തിരുമൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹം പായമ്മലിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. തിരുമൂഴിക്കുളം ക്ഷേത്രം ആര് എന്ന് നിർമ്മിച്ചു എന്നതിനുള്ള ചരിത്രപരമായ രേഖകളൊന്നുമില്ല. ചേര രാജാക്കന്മാരുടെ കാലത്ത് പ്രസക്തമായിരുന്ന ഈ ക്ഷേത്രത്തിൽ 4-ാം ശതകത്തിൽ കുലശേഖരവർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും പിന്നീട് ഭാസ്കരവർമ്മൻ്റെ കാലത്ത് ക്ഷേത്രം പുതുക്കിപ്പണിതതായും ചരിത്രമുണ്ട്. ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി ക്ഷേത്രത്തിന് പുറത്തേക്ക് കടന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.